ജോസിൽ, ഇന്നത്തെ വാർത്താദിനം തുടങ്ങുമ്പോൾ ഏറ്റവും സങ്കടകരമായ ഈ വാർത്തയാണ് നമ്മുടെ മുൻപിൽ ആദ്യം എത്തുന്നത്. 3 തമിഴ്നാട് സ്വദേശികൾ അപകടത്തിൽ കട്ടപ്പനയിൽ മരിച്ചു എന്ന വാർത്ത. ജോസിൽ, എങ്ങനെയാണ് ഈ അപകടം സംഭവിച്ചത്? എപ്പോഴായിരുന്നു നടന്നത് ആ ദുരന്തം? മനു സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ ദുഃഖകരമായ ഒരു വാർത്തയാണ് നമുക്ക് രാവിലെ പങ്കുവയ്ക്കാവുള്ളത്. രാത്രി 10 മണിക്കാണ് ഈ അപകടമുണ്ടായത്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് നേരത്തെ ഹോട്ടൽ ഓറഞ്ച് എന്ന പേരിൽ നടത്തിയിരുന്ന ഒരു ഹോട്ടലാണ്. ആ ഹോട്ടൽ ഇവിടെ പുതുക്കി പണിയുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ മാലിന്യ ടാങ്ക് വൃത്തിയാക്കുന്നതിന് വേണ്ടിയാണ് ഈ തമിഴ്നാട് സ്വദേശികളായ ഈ 3 തൊഴിലാളികളും ഇപ്പോൾ ഈ കാണുന്ന ഈ മാൻഹോളിലൂടെ താഴോട്ടിറങ്ങിയത്. നമുക്ക് ഇപ്പോൾ നിൽക്കുമ്പോൾ പോലും വലിയ ദുർഗന്ധമാണ് ഇതിൽ നിന്ന് പൊങ്ങിക്കൊണ്ടിരിക്കുന്നത്. ആ മാലിന്യ ടാങ്കിനകത്തേക്കാണ് ആദ്യം മോട്ടോർ ഉപയോഗിച്ച് ഇതിനകത്തെ വെള്ളം പറ്റിച്ചു എന്ന വിശ്വാസത്തിലാണ് ആദ്യം ഒരു തൊഴിലാളി ഇറങ്ങുന്നത്. അതിനുശേഷം ആ ഇറങ്ങിയ തൊഴിലാളിയുടെ ഭാഗത്ത് നിന്ന് ഒരു പ്രതികരണവും ലഭിക്കാതെ വന്ന സാഹചര്യത്തിലാവണം മറ്റു 2 തൊഴിലാളികളും ഈ മാൻഹോളിലൂടെ, ഇപ്പോൾ കാണുന്ന ഈ ചെറിയ മാൻഹോളിലൂടെ താഴോട്ട് ഇറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതിനുശേഷം ഈ 3 തൊഴിലാളികളെ കുറിച്ചും ഒരു വിവരവും ലഭിക്കാത്ത ഒരു സാഹചര്യത്തിലാണ് ഇവിടെ ഫയർഫോഴ്സ് അതുപോലെ തന്നെ മറ്റ് നാട്ടുകാരെല്ലാം കൂടി രക്ഷാപ്രവർത്തനം നടത്താൻ വേണ്ടിയുള്ള ശ്രമത്തിൽ ആദ്യഘട്ടത്തിൽ തന്നെ ഓക്സിജൻ ഇവിടെ എത്തിച്ച്, ഓക്സിജൻ സിലിണ്ടർ എത്തിച്ച് ഈ താഴോട്ട് ഓക്സിജൻ എത്തിച്ചു കൊടുക്കുന്നതിന് വേണ്ടി ഒരു ശ്രമം നടത്തിയെങ്കിലും ഒരു പ്രതികരണം, കാരണം അത്രയേറെ വിഷവാതകം നിറഞ്ഞു നിൽക്കുന്ന ഒരു അവസ്ഥയായിരുന്നു ഇതിനകത്ത് ഉണ്ടായിരുന്നത്. ആ വിഷവാതകം നിറഞ്ഞ് ഒരു പ്രതികരണവും അവരുടെ ഭാഗത്ത് നിന്ന് ഈ ഓക്സിജൻ കൊടുത്തിട്ടും ഉണ്ടാകാത്ത ഒരു സാഹചര്യത്തിലാണ് പിന്നീട്. എന്നാൽ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഇറങ്ങാൻ വേണ്ടി ഒരു ശ്രമം ആദ്യഘട്ടത്തിൽ നടത്തിയിരുന്നു. പക്ഷേ കൂടുതൽ അപകടം വിളിച്ചു വരുത്തണ്ട എന്നുള്ള ഒരു തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ആ ശ്രമം ഉപേക്ഷിക്കുകയും പിന്നീട് JCB എത്തിച്ച്, ഇപ്പോൾ നമുക്കറിയാം ഇവിടെ ഈ കാണുന്ന രീതിയിൽ ഒരു സൈഡ് പൊളിച്ച് ഇത്തരത്തിൽ മണ്ണ് മാറ്റി ആ സൈഡ് പൊളിച്ചാണ് പിന്നീട് അതിനകത്തേക്ക് കോണി വെച്ച് ഇറങ്ങുന്ന സാഹചര്യം. ആദ്യഘട്ടത്തിൽ ഈ ഓക്സിജൻ സിലിണ്ടർ എല്ലാം ധരിച്ചുകൊണ്ട് തന്നെ ഈ ഉദ്യോഗസ്ഥർ ഇതിനകത്തോട്ട് ഇറങ്ങുകയും പിന്നീട് ഈ വിഷവാതമെല്ലാം മാറി എന്നൊരു ധാരണ എത്തിയതിനു ശേഷം ഈ ഒരു സൈഡിലെ കരിങ്കൽ ഭിത്തി പൊളിച്ച് അതിനകത്തേക്ക് ടാങ്കിനകത്തേക്ക് ഇറങ്ങി അതിൽ നിന്ന് ഈ 3 തൊഴിലാളികളെയും പുറത്തെടുക്കുകയാണ് ചെയ്തത്. ഈ 3 തൊഴിലാളികളെയും പുറത്തു എങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ ഇത്. തമിഴ്നാട് സ്വദേശികളാണ്. കമ്പം സ്വദേശി ജയരാമൻ, ഗൂഡല്ലൂർ സ്വദേശികളായ സുന്ദര പാണ്ഡ്യൻ, മൈക്കിൾ എന്നിവരാണ് മരിച്ചിട്ടുള്ളത്. അവരുടെ 3 പേരുടെയും മൃതദേഹം ഇപ്പോൾ കട്ടപ്പനയിലുള്ള സെന്റ് ജോൺസ് ഹോസ്പിറ്റലിൽ മൃതദേഹം സൂക്ഷിച്ചിരിക്കുകയാണ്. ഇടുക്കി മെഡിക്കൽ കോളേജിൽ അത്തരം ഇടുങ്ങിയ ഒരു മാൻഹോളിലേക്ക് ഇറങ്ങുമ്പോൾ ഒരുക്കേണ്ടതായ ഒരു സുരക്ഷാ സംവിധാനവും അവിടെ ഇല്ലായിരുന്നു എന്നാണോ ഈ അപകടത്തിൽ നമുക്ക് മനസ്സിലാക്കേണ്ടത്? ഒരുപക്ഷെ കുറച്ചുകൂടി ഒന്ന് ശ്രദ്ധിച്ചിരുന്നുവെങ്കിൽ അവർക്ക് ആ ദുരന്തം ഒഴിവാക്കാൻ കഴിയുമായിരുന്നോ? മനു, പക്ഷേ ഇതിനകത്ത് ഈ തൊഴിലുമായി ബന്ധപ്പെട്ട് ദീർഘകാലമായി പണിയെടുത്തുകൊണ്ടിരുന്ന തൊഴിലാളികൾ തന്നെയാണെന്നുള്ളതാണ് ഇവിടെ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഒരു വിവരം. ഏകദേശം 6 മാസങ്ങൾക്ക് മുമ്പ് ഇതേ ടാങ്കിൽ തന്നെ ഇറങ്ങി ഇവർ മാലിന്യം നീക്കിയതാണും എന്ന് പറയപ്പെടുന്നു. പക്ഷേ അതിനകത്ത് എത്രമാത്രം സത്യാവസ്ഥയുണ്ട് എന്നുള്ളതൊക്കെ പോലീസാണ് അന്വേഷിക്കേണ്ടത്, കണ്ടെത്തേണ്ടത്. പക്ഷേ ഇതിനകത്ത് ഈ ഇറങ്ങി മാലിന്യം തിങ്ങി നിറഞ്ഞ് അതിനകത്ത് വിഷവാതകം നിറഞ്ഞു നിൽക്കുന്ന ഒരു അവസ്ഥയാവണം. അതുകൊണ്ട് തന്നെ ഇതിനകത്തേക്ക് പോയ ആളുകൾ കമന്ന നിലയിൽ അതിനകത്തേക്ക് കിടക്കുകയായിരുന്നു. അത് ബോധരഹിതരായി ഇതിനകത്തോട്ട് കമന്ന് കിടക്കുന്ന അവസ്ഥയിലാണ് ഈ 3 പേരും ഉണ്ടായിരുന്നത്. ആ 3 പേരെയുമാണ് പിന്നീട് പുറത്തെടുക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതായത് വിഷവാതകം ശ്വസിച്ച് ഇവർ ബോധരഹിതരായി ആദ്യഘട്ടത്തിൽ തന്നെ പോയിട്ടുണ്ട് എന്ന് തന്നെ ആവണം കരുതേണ്ടത്. അതിനുശേഷം ഈ ശ്വാസം കിട്ടാതെ ഇവർ മരണപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് എത്തിയത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും വലിയ ഒരു പരിശ്രമത്തിന് ശേഷമാണ്, ഏകദേശം 10 മണിക്കാണ് ഈ അപകടം ഉണ്ടാകുന്നത്. അതിനുശേഷം 11:45 ആ സമയം കഴിഞ്ഞു ഈ 3 പേരെയും ഇതിൽ നിന്ന് പുറത്തെടുക്കാൻ. 1.25 മണിക്കൂറോളം ഇതിനകത്ത് ഈ ജീവനുമായി മല്ലിട്ട് ഈ മനുഷ്യർ ഇതിനകത്തുണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും വേദനിപ്പിക്കുന്ന ഒരു അവസ്ഥ. ഏതായാലും പോലീസും അതുപോലെ ഫയർഫോഴ്സും ഈ പരിസരത്തുള്ള നാട്ടുകാരും എല്ലാം ഈ 3 പേരുടെയും ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളുമായി ഈ പരിസരത്ത് തന്നെ ഉണ്ടായിരുന്നു. വലിയ ഒരു ശ്രമം നടത്തിയതിന് ശേഷമാണ് 11:45 ഈ 3 പേരുടെയും ശരീരം പുറത്തെടുക്കാൻ സാധിച്ചത്. ആ സമയത്ത് തന്നെ ഇവർ 3 പേരും ബോധരഹിതരായിരുന്നു. പക്ഷേ ആശുപത്രിയിൽ എത്തിച്ചതിന് ശേഷം പിന്നീട് ഈ മരണം സ്ഥിരീകരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഏതായാലും അസ്വാഭാവിക മരണത്തിന് കട്ടപ്പന പോലീസ് കേസ് എടുത്തിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി റോഷി അഗസ്റ്റിൻ ജില്ലാ കളക്ടറോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഏതായാലും കൃത്യമായ അന്വേഷണം ഈ വിഷയത്തിൽ ഉണ്ടാകേണ്ടതുണ്ട് എന്നുള്ളതാണ്. കാരണം നമുക്കറിയാം, മുൻകാലങ്ങളിൽ ഇത്തരത്തിൽ ദുരന്തങ്ങൾ ഉണ്ടായ സാഹചര്യത്തിലൊക്കെ നമ്മൾ ഇത്തരം
മുൻകരുതൽ എടുക്കേണ്ടതിൻ്റെ ആവശ്യതയെക്കുറിച്ച് നമുക്കറിയാം. കോഴിക്കോട് നൗഷാദ് അടക്കമുള്ള ആളുകൾ മരിച്ച സാഹചര്യത്തിലൊക്കെ നമ്മൾ ഇത്തരത്തിൽ ഇപ്പോൾ ഈ നാട്ടുകാരൻ തന്നെ നമ്മളോടൊപ്പം ചേരുകയാണ്. അദ്ദേഹം ഈ തൊട്ടടുത്ത് തന്നെ താമസിക്കുന്ന ആളാണ്. എങ്ങനെയാണ് ഈ സംഭവം നടന്നതെന്നാണ് പറയാൻ പറ്റുന്നത്? ഇന്നലെ രാത്രിയിൽ ഒരു 10:15 മണിയോട് കൂടി ഒരു വലിയ ബഹളം അണ്ണാന്ന് അങ്ങനെ തമിഴ്നാട്ടിലുള്ള അവരുടെ സ്ഥലത്തിലുള്ള വിളി കേട്ടുകൊണ്ടാണ് ഞാനൊക്കെ ഇറങ്ങി വരുന്നത്. വരുമ്പോൾ അധികം ആൾക്കാർ ഇവിടെ സ്ഥലത്തില്ല. അവർ പറഞ്ഞു ഒരാൾ പോയി 2 പേര് 3 പേര് ഇതിനകത്ത് പോയി അവർക്ക് വിളിച്ചിട്ട് റെസ്പോൺസ് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് വന്നത്. ഉടനെ ഞങ്ങൾ എല്ലാവരും പെട്ടെന്ന് ഫയർഫോഴ്സിനെയും പോലീസിനെയും കയറിച്ച് അവർ വന്നിട്ട് അവർ ഓക്സിജനൊക്കെ ഉപയോഗിച്ച് ഓക്സിജൻ ആദ്യം പമ്പ് ചെയ്ത് കൊടുത്തു. ഓക്സിജൻ ഉപയോഗിച്ചുകൊണ്ട് ഇതിൻ്റെ അകത്ത് ഇറങ്ങാൻ നടന്നിട്ട് അതിൻ്റെ ഇറങ്ങാൻ പറ്റില്ല. കാരണം അതിൻ്റെ മാൻഹോൾ എന്ന് പറഞ്ഞ ഒരു 2 അടി മാത്രം സ്ക്വയർ ഉള്ളതാണ്. വലിയ ടാങ്കാന്ന് നമുക്കറിയാം. കാരണം ഇവിടെ വണ്ടികൾ പാർക്ക് ചെയ്യുന്നതുകൊണ്ട് വലിയ ടാങ്ക് ഉണ്ടാക്കി 6 ഇഞ്ച് കനത്തിനുള്ള സ്ലാബ് ഇട്ട് അതിൻ്റെ അടിയിലാണ്. അപ്പോൾ അത് പൊളിക്കാതെ ഇറങ്ങാൻ വരാതെ വന്നുകൊണ്ട് രണ്ടാമത് ഫയർഫോഴ്സിൻ്റെ ആൾക്കാർ വന്ന് JCB വിളിച്ച് വരുത്തി അതിൻ്റെ സൈഡ് പൊളിച്ച് ടാങ്ക് പൊളിച്ചിട്ടാണ് അവരെ പുറത്തെടുക്കുന്നതിന് കഴിഞ്ഞു. പുറത്തെടുപ്പത്തിന് മരണം സംഭവിച്ചിരുന്നു. കാരണം ഇത് 1 മാസമായി റിനോവേറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരു ഹോട്ടലാണ്. പണ്ട് ഓറഞ്ച് ഹോട്ടൽ നടത്തിയിരുന്നത്. ഇത് അവരത് കൈമാറിയിട്ട് വേറെ പുതിയ ആൾക്കാരാണ് നടത്താനായിട്ട് തീരുമാനിച്ചിരുന്നത്. അടുത്ത മാസം മലയാളം 1-ാം തീയതി ഉദ്ഘാടനം നടത്തുന്ന രീതിയിലാണ് ക്രമീകരിച്ചിരുന്നത്. വളരെ ദാരുണമാണ്. 2-3 തമിഴ്നാട്ടുകാരാണ്. ഒരാൾ കമ്പത്തുള്ള 2 പേർ കൂടുതലുള്ളവരാണ് മരിച്ചത്. അവർ സ്ഥിരമായി ഈ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്, പുതിയ ആൾക്കാരൊന്നുമല്ല. അതുകൊണ്ട് തന്നെ സ്ഥിരം ചെയ്യുന്നത് കൊണ്ട് തന്നെ അവർക്കൊരു പ്രിക്കോഷൻ അവരുടെ മനസ്സിലുണ്ടാവില്ല. അവർ വരുന്നു, ഇതുപോലെ ചെയ്യുന്നു, ഇത് മാറ്റി വന്നാൽ ടാങ്കിൽ കൊണ്ടുപോകുന്നല്ല, മോട്ടർ അടിച്ച് പുറത്തേക്ക് കളഞ്ഞ് കുഴിക്കകത്തേക്ക് കളയുന്ന ആ രീതി ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. അതാണ് മനു, ഇത് ഈ ഹോട്ടൽ വീണ്ടും പുതുക്കിപ്പണിത് ഒരു നേരത്തെ നടത്തിയിരുന്ന ആളുകളല്ല, പുതിയതായിട്ട് ആളുകൾ ഈ ഹോട്ടൽ ഏറ്റെടുത്ത് നടത്തുന്നതിന് വേണ്ടിയിട്ട് ഈ ഹോട്ടൽ പുതുക്കിപ്പണിന്നതിന് വേണ്ടിയാണ് ഈ പ്രവർത്തനം. പക്ഷേ ഈ തൊഴിലാളികൾ സ്ഥിരമായി ഇത്തരം പ്രവർത്തനങ്ങൾ, ഇത്തരം ജോലികൾ ചെയ്തിരുന്ന ആളുകളാണ്. നമുക്കറിയാം ഇവിടെ ഒരു മോട്ടർ കാണുന്നുണ്ട്. ഈ മോട്ടർ ഉപയോഗിച്ച് ഇവിടെ ഈ ഇതിനകത്ത് ടാങ്കിലെ വെള്ളം ആദ്യം പമ്പ് ചെയ്ത്, മലിനജലം ആദ്യം പമ്പ് ചെയ്ത് മാറ്റിയതിന് ശേഷം അതിലേക്ക് ഇറങ്ങാനുള്ള ശ്രമമായിരിക്കണം നടത്തിയിട്ടുള്ളതെന്നാണ് മനസ്സിലാക്കേണ്ടത്. ആവശ്യത്തിന് വെള്ളം വറ്റിക്കഴിഞ്ഞു എന്നുള്ള ധാരണയിൽ ആവണം ഈ ആള് ഇതിനകത്ത് ഇറങ്ങിയത്. പക്ഷേ ഈ സംഭവം നടക്കുമ്പം പുറത്തെടുക്കുമ്പോഴും ഈ ടാങ്കിനകത്ത് മലിനജലം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഇപ്പോഴും നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ഒരു സൈഡ് പൂർണ്ണമായും പൊളിച്ച് ആളെ എടുക്കാവുന്ന രീതിയിൽ വലിയ ദുർഗന്ധം ഇപ്പോഴും ഇവിടെ ഉണ്ട് എന്നുള്ള അവസ്ഥയാണ്. അങ്ങനെ മലിനജലം തിങ്ങി നിന്ന്, മറ്റ് മലിന വസ്തുക്കളെല്ലാം തിങ്ങി നിന്ന് വിഷവാതകം നിറഞ്ഞു നിൽക്കുന്ന ഒരു അവസ്ഥയായിരുന്നു ഇതിനകത്ത് ഉണ്ടായിരുന്നതെന്ന് വേണം മനസ്സിലാക്കാൻ. അങ്ങനെ ഇതിനകത്ത് ഒരു കാര്യം കൂടി ജോസിൽ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇനി അവരുടെ ശരീരങ്ങൾ തിരികെ അവരുടെ ജന്മനാടുകളിലേക്ക്, അവരുടെ വീടുകളിലേക്ക് എത്തിക്കണം. അതിനു വേണ്ടിയിട്ടുള്ള നടപടികൾ എങ്ങനെയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്? സർക്കാരിന്റെ ഏത് വിധത്തിലുള്ള ഇടപെടലുകളാണ് വന്നിരിക്കുന്നത്? തീർച്ചയായിട്ടും എല്ലാ രീതിയിലുള്ള ഇടപെടലുകളും ഇന്നലെ സർക്കാർ സംവിധാനങ്ങളെല്ലാം ഉണർന്ന് പ്രവർത്തിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ്. ഫയർഫോഴ്സ് സംവിധാനങ്ങൾ ഏറ്റവും ചിട്ടയായിട്ട് തന്നെ പ്രവർത്തിച്ചു. ഒപ്പം തന്നെ പോലീസ് അതുപോലെ കൃത്യമായിട്ട് പുറത്തെടുത്ത് ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് മാറ്റുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങളെല്ലാം നടത്തിയിരുന്നു. ഏതായാലും ഇപ്പോൾ നിലവിൽ കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രി സെന്റ് ജോൺസ് ഹോസ്പിറ്റലിലാണ് 3 മൃതദേഹങ്ങൾ സൂക്ഷിച്ചിരിക്കുന്നത്. അതിനുശേഷം ഇടുക്കി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കും. ഏതായാലും ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി റോഷി അഗസ്റ്റിനോട് അടക്കമുള്ള ആളുകൾ കാര്യത്തിൽ കൃത്യമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. ജില്ലാ കളക്ടറോട് എല്ലാവിധ സഹായങ്ങളും ചെയ്തു കൊടുക്കാനുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ടും എത്രയും പെട്ടെന്ന് തന്നെ ഈ സംഭവം എങ്ങനെ സംഭവിച്ചു എന്നുള്ളതിനെ സംബന്ധിച്ച റിപ്പോർട്ടും ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി എന്ന നിലയിൽ റോഷി അഗസ്റ്റിൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. മനു, ഇവിടെ ജോസിൽ, ഈ അപകടം വലിയ പാഠങ്ങൾ നമ്മുടെ മുൻപിലേക്ക് നൽകുന്നുണ്ട്. ഇനിയും നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു കുറേ അധികം കാര്യങ്ങൾ. കാരണം ഈ നമുക്കറിയാം, മാൻഹോളൊക്കെ ഏറ്റവും ഇടുങ്ങിയ ഒരു സംവിധാനമാണ്. അതിലേക്ക് ഇറങ്ങുമ്പോൾ വലിയ അപകട സാധ്യതകളുണ്ട്. മുൻകരുതലുകളും സുരക്ഷാ സംവിധാനങ്ങളും ഇല്ലാതെ ഇത്തരത്തിലുള്ള ജോലികൾ എത്ര പരിചയസമ്പന്നരായാലും ചെയ്യരുത്, അതിന് മുതിരരുത്. ഈ ജോലിക്ക് അവരെ വിളിക്കുന്നവർ അതിനുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ഉറപ്പുവരുത്തുകയും വേണം. അങ്ങനെ ഒരു വലിയ ഒരു പാഠം കൂടി ഈ ദുരന്തം നമ്മളോട് പറയുന്നുണ്ട്. ഇനിയെങ്കിലും നമ്മളത് പാലിക്കണം, അത് പഠിക്കണം. തീർച്ചയായിട്ടും മനു, തീർച്ചയായിട്ടും ഇത്തരം ജോലികൾ ചെയ്യുന്ന നമുക്ക് ഒരു ദുരന്തമല്ല, കേരളത്തിൽ തന്നെ പലതവണ ഇത്തരത്തിലുള്ള മാൻഹോൾ ദുരന്തങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ ദുരന്തങ്ങളെല്ലാം നമ്മളെ പഠിപ്പിക്കുന്നത് ഇത്തരത്തിൽ എല്ലാവിധ സംവിധാനങ്ങളും ഉപയോഗിച്ച് മാത്രമേ, ഇത്തരത്തിൽ എത്ര ഈ കാര്യത്തിൽ അനുഭവ സമ്പത്തുള്ള ആളുകളാണെങ്കിൽ തന്നെ ഈ കൃത്യമായ മുൻകരുതലുകൾ ഉപയോഗിച്ചുകൊണ്ടും അത് ഇതിനകത്ത് തിരിച്ച് കയറുന്നതിന് പോലും എന്ത് മുൻകരുതലാണ് ഇവർ സ്വീകരിച്ചിരുന്നത് എന്നുള്ളത് സംശയമാണ്. അത്തരത്തിലുള്ള സംവിധാനം ഒന്നും ഇവിടെ നിലവിൽ കാണുന്നില്ല എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയുവാനുള്ളത്. ഇപ്പം ഇവിടെ ഒരു കോണി കാണുന്നത് അത് ഫയർഫോഴ്സ് ഇന്നലെ ഇറങ്ങുന്നതിന് വേണ്ടി കൊണ്ടുവന്ന് വെച്ചാണ്. പക്ഷേ ഈ മാൻഹോളിൻ്റെ സമീപത്ത് അത്തരത്തിൽ ഇവർക്ക് തിരിച്ചു കയറുന്നതിന് വേണ്ടിയുള്ള ഒരു സംവിധാനവും ഇവിടെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതും ഒരു പ്രശ്നമായിട്ട് ചില ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഏതായാലും നമുക്കറിയാം
നമുക്കറിയാം റോബോട്ടിക് സംവിധാനങ്ങൾ അടക്കം ഇത്തരമുള്ള മാലിന്യ കുഴികൾ ശുചീകരിക്കുന്നതിന് വേണ്ടി പുതിയ സംവിധാനങ്ങളൊക്കെ വരുന്നൊരു സാഹചര്യത്തിൽ ഇത്രയും ദുർഗന്ധം വമിക്കുന്ന കുഴികളിലേക്കൊക്കെ മനുഷ്യൻ ഇറങ്ങി ഇനിയും ഇത്തരം ജോലികൾ ചെയ്യേണ്ടതുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ എത്രമാത്രം മുൻകരുതലുകൾ സ്വീകരിക്കണമെന്ന് ഒരിക്കൽ കൂടി ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുന്നതായി ഈ വലിയ ദുരന്തം, ഈ വലിയ അപകടം, വലിയ സങ്കടപ്പെടുത്തുന്ന ഒരു പാഠം കൂടി ജനങ്ങൾക്ക് നൽകിക്കൊണ്ടാണ് ഈ 3 പേർ കടന്നു പോകുന്നത് എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത്. മനു, ഏറ്റവും വേദനാജനകമായ സംഭവം അങ്ങനെ ഇന്നലെ രാത്രി 10 മണിക്കാണ് ഈ ദുരന്തമുണ്ടായത്. 11:45 കൂടിയാണ് ഇപ്പോൾ ഈ ഇന്നലെ മൃതദേഹങ്ങളാണെങ്കിൽ പോലും വീണ്ടെടുക്കാനായത് എന്നുള്ളത് ഏറ്റവും സങ്കടം. ആ 2 മണിക്കൂറോളം, ഏകദേശം 2 മണിക്കൂറോളം നേരം ഈ മനുഷ്യർ ഇതിനകത്ത് ഈ വിഷവാതകം ശ്വസിച്ച് ജീവനോട് മല്ലിട്ട് പിടഞ്ഞു മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു എന്നുള്ളത് ഏറ്റവും വേദനിപ്പിക്കുന്ന സംഭവം തന്നെയാണ് മനു.